നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും എന്റെ അമ്മ തന്നെയാ. എല്ലാം തകർന്ന് മരണം മാത്രം മുന്നിൽ കണ്ടു നിന്നപ്പോ മനസ്സുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ മകളായി ദത്തെടുത്തതും എന്റെ അമ്മയാ. എന്റെ അമ്മ എന്തു പറയുന്നു അതേ ഞാൻ ചെയ്യൂ. ഭഗവാൻ ഗോപികമാരുടെ ചേലകൾ എടുത്തോണ്ട് അരയാലിന്മേൽ കയറിയിരുന്നെങ്കിൽ ഇങ്ങേരെ പെണ്ണുങ്ങളുടെ തിരുവാതിര കാണാൻ മാവേ കയറി ഒളിച്ചിരുന്നു. ഓ എന്നിട്ടേ മാവേല് മിശറുണ്ടായിരുന്നു, കടിയൻ ഉറുമ്പേ. അത് ദേഹം ആസകലം കടിച്ചപ്പോ ഇങ്ങേര് ഞെളിപിരി കൊണ്ട് മാങ്കൊമ്പൊടിഞ്ഞ് തിരുവാതിര കളിക്കുന്ന പെണ്ണുങ്ങളെ ഇടയിൽ വന്ന് വീണു. അയ്യോ രാജലക്ഷ്മി, കൊച്ചിന്റെ മുമ്പ് വെച്ച് എന്നെ നാട്ടിക്കരുത്. ഓ ഭയങ്കരനായിരുന്നല്ലേ? പിന്നെ ഭീകരൻ. മസാല ദോശ, ഉഴുന്നുകൂടാ, തിരുവാതിര കളി, ഇതൊക്കെ എന്റെ വീക്ക്നെസ് മോളെ. എന്തായാലും നന്ദനമോൾക്കും ജയരാമനും ഒരു ജീവിതം ഉണ്ടാവണം. അവര് രണ്ടുപേരും ഇനിയുള്ള കാര്യം സന്തോഷത്തോടെ ഇരിക്കണം. അതുമാത്രമാ ഞങ്ങളുടെ ആഗ്രഹം. മോളെ, എന്താ മുത്തശ്ശി? അതെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ഫൈനലായിട്ട് അവരോടൊന്ന് ചോദിക്കേ. ഇതിനി വച്ച് താമസിപ്പിക്കണ്ട. അവരൊരു തീരുമാനം പറയുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിലേക്ക് നീങ്ങാം. മോളവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. ശരി മുത്തശ്ശ. ഹോസ്പിറ്റലിൽ പോയവര് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ജേട്ടനോട് ഒത്തിരി നന്ദിയുണ്ട് എന്നെ ശുശ്രൂഷിച്ചതിന്. എന്താ ദേവി ഇങ്ങനെ പറയുന്നത്? എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴും ശുശ്രൂഷിച്ചത് ദേവിയല്ലേ? വാസ്തവത്തിൽ ദേവിയോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത്? അത് ശരി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞു കളിക്കുക. കൊള്ളാം. കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു കളഞ്ഞല്ലേ? എല്ലാം മാറി. ഫുൾ ചെക്കപ്പ് നടത്തി, എനിക്കൊന്നുമില്ല. ഏതായാലും കുറച്ചു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് മതി ജോലികളൊക്കെ. ഓടി ചാടി അടുക്കളയിലേക്ക് ഒന്നും കയറണ്ട. അമ്മയുടെ കാര്യത്തില് അച്ഛൻ എന്തൊരു ടെൻഷനാന്ന്. എന്താ ഒരു ടെൻഷൻ? അച്ഛൻ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ദേവിക്ക് അതെടുത്ത് കൊടുക്കുന്നു, ഇതെടുത്ത് കൊടുക്കുന്നു. എങ്ങനെയുണ്ടോ ഒരു സ്നേഹം? പോടി അവിടുന്ന്. അല്ല, ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാ. അമ്മ അച്ഛനുമായിട്ടുള്ള കല്യാണത്തിന് ഇനിയെങ്കിലും സമ്മതിക്കണം. എന്താ ആ കാര്യം ചോദിക്കുമ്പോ മാത്രമൊന്നും മിണ്ടാത്തെ? അച്ഛനൊന്നും പറയാനില്ലേ? ഞാൻ എന്റെ ദേവിയോട് ഒരു തെറ്റ് ചെയ്തു പോയില്ലേ മോളെ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്, ഒരിക്കലും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ എന്റെ ദേവിയോട് ചെയ്തത്. എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. ക്ഷമിക്കണമെന്ന് മാത്രമേ ദേവിയോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളൂ. ചേട്ടാ, അച്ഛൻ എല്ലാവരും പറയുന്ന തെറ്റിലേക്ക് പോയതുകൊണ്ടാ അമ്മയ്ക്ക് ഞാനും നീ മകളുണ്ടായത്. മീനാക്ഷി, ഒരാളൊരു തെറ്റ് ചെയ്ത് പോയിന്ന് വെച്ച് അയാളെ ജീവിതകാലം മുഴുവൻ ശത്രുവാക്കണോ അമ്മേ? ഇങ്ങനെ വെറുക്കണോ? നിർത്ത്. ജയേട്ടൻ എന്റെ ശത്രുവെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?
ചങ്കി കുത്തുന്ന വർത്തമാനം പറയരുത്. എനിക്കത് സഹിക്കില്ല. അയ്യോ, എന്താ ഞാനീ കേക്കുന്നെ? അപ്പോ അമ്മയ്ക്കിപ്പോഴും അച്ഛനോട് മുടിഞ്ഞ പ്രേമാണോ? മീനാക്ഷി, നീ തല്ല് മേടിക്കുവേ. എന്റെ ദൈവമേ, നിനക്കൊരായിരം നന്ദി. ദേ, ഇതൊക്കെയാ പ്രണയം. വടക്കിനി പ്രണയം, തെക്കിനി പ്രണയം എന്നൊക്കെ പറയുന്ന നാടൻ പ്രണയം. ഈ സുന്ദര പ്രണയകഥ ഞാനേ മുത്തശ്ശിയോടൊന്ന് പറയട്ടെ. എടി, മോളെ, മുത്തശ്ശി, ഒരു സന്തോഷ വാർത്ത, ഒരു ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് ആണെങ്കിലേ വേഗം പറ മോളെ. ബാല്യകാല സഖിയും അനുരാഗത്തിന്റെ ദിനങ്ങളും ഒക്കെ വർക്ക്ഔട്ടായി. എന്റെ അമ്മ അച്ഛനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. അയ്യോ, നേരാണോ മോളെ നീ പറയുന്നേ? നേര്. ആ വെയിറ്റ് വിട്ട് നന്ദിനി ദേവി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാനൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റിലൂടെ കാര്യങ്ങൾ ഇങ്ങോട്ട് ചുരന്നെടുത്തു. ഒടുവിൽ നന്ദിനി ദേവിക്ക് സമ്മതിക്കേണ്ടി വന്നു. വെച്ച് താമസിപ്പിക്കാതെ അവരെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം മുത്തശ്ശി. നന്ദനമോട് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകിപ്പിക്കരുത്. ഞാൻ നന്ദിനി മോളെ ഒന്ന് കാണട്ടെ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അങ്ങനെ നമ്മുടെ ഒരു പ്രശ്നം കൂടി വളരെ ശാന്തമായി പരിഹരിക്കപ്പെടുകയാണ്. നമ്മളെ എന്നും അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. അവർക്കൊരു ജീവിതം വേണമെന്നുള്ളത്. അതേതായാലും ദൈവം അനുഗ്രഹിച്ചു. എന്റെ ദൈവമേ. എന്താ വിളിപ്പിച്ചത്? ഡാ, ഈ മീനാക്ഷി പറഞ്ഞതൊക്കെ സത്യമാണോ? ആണോന്ന് നന്ദിനിയുടെ മറുപടിയായ അമ്മയ്ക്ക് കേൾക്കേണ്ടത്. ഒരു ഓർഫനേജിൽ നിന്ന് എന്നെ കണ്ടെത്തിയത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന എന്റെ അമ്മയോ? അച്ഛന്റെ അനുവാദത്തോടെ ഒരു അനാഥയായ എന്നെ ജയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും എന്റെ അമ്മ തന്നെയാ. എല്ലാം തകർന്ന് മരണം മാത്രം മുന്നിൽ കണ്ടു നിന്നപ്പോ മനസ്സുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ മകളായി ദത്തെടുത്തതും എന്റെ അമ്മയാ. എന്റെ അമ്മ എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.